നമസ്കാരം. ഇഷ്ടം പോലെ നല്ല ഫ്രഷ് ഓയിസ്റ്റർ ഇപ്പം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പൊട്ടിച്ച് വെച്ചതേ ഉള്ളൂ. നൈലയുണ്ട് എൻ്റെ കൂടെ. നൈല, ഓയിസ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യം എന്താ മനസ്സിൽ വരുന്നതെന്ന് അറിയോ? നമ്മുടെ മിസ്റ്റർ ബീൻ കണ്ടിട്ടുണ്ടോ? മിസ്റ്റർ ബീനകത്ത് ഓയിസ്റ്റർ ഇങ്ങനെ ചടപടാന്ന് മിസ്റ്റർ ബീൻ കഴിക്കുന്ന ഒരു സീനുണ്ട്. കണ്ടിട്ടുണ്ടോ അത്? അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ മിസ്റ്റർ ബീനെ പോലെ ഇത് പച്ച ഓയിസ്റ്റർ കഴിക്കാനല്ല, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓയിസ്റ്റർ പിക്കിൾസ് കഴിക്കാൻ പോവാണ്, ഉണ്ടാക്കാൻ പോവാണ്. നൈല നമ്മുടെ ബാസിം, കോഴിക്കോട് ബാസിമിൻ്റെ നീസാണ്. പിക്കിൾസ് ഇഷ്ടമാണോ നൈലക്ക്? ഇഷ്ടമാണ്. ഏത് പിക്കിളാണ് ഏറ്റവും ഇഷ്ടം? പ്രോൺസ് പിക്കിൾ. ഇവിടെ ഇഷ്ടം പോലെ പിക്കിൾസ് ഉണ്ട് കേട്ടോ ഇവരുടെ വീട്ടിൽ. പല വെറൈറ്റി പിക്കിൾസാണ് ഇവർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത് ഈ ഓയിസ്റ്റർ പിക്കിളിൻ്റെ റെസിപ്പിയാണ്. ബാസിം നമുക്ക് പറഞ്ഞു തരും. ആ കൂടെ നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം അല്ലേ? പോയാലോ? എന്നാ വാ 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 വാ. അങ്ങനത്തെ നമ്മുടെ ഓയിസ്റ്റർ പിക്കിൾ, അല്ലെന്നുണ്ടെങ്കിൽ ചിപ്പി പിക്കിള്, അല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങ പിക്കിള് എന്നൊക്കെ പറയാം. അത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാസിമിനോട് തന്നെ ചോദിക്കാം ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന്. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തേക്കുന്ന ഒരു 1.5 കിലോ ഫ്രഷ് ഓയിസ്റ്റേഴ്സ് മീറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 120 ഗ്രാം ഈച്ച് ഗാർലിക്കും പച്ചമുളകും എടുത്തു. പിന്നെ ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തു. ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഈ മുരിങ്ങ നമുക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിലത്തെ കുറച്ച് വെള്ളം, ഒരു 90% വെള്ളം നമുക്ക് റിമൂവ് ആയി കിട്ടും. ബാക്കി നമുക്ക് ഇത് ഫുള്ളി നമുക്ക് ഡ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അച്ചാർ കേട് വരും. അപ്പോൾ അത് നമ്മൾ ഫുള്ളി വെള്ളം പോകുന്ന രീതിയിൽ പൊരിച്ചെടുക്കും. മീൻസ് അത് പൊരിഞ്ഞ് ഒരു സ്റ്റേജ് ദാറ്റ് നമ്മൾ അതൊന്ന് മിസ്സായാൽ അടുത്ത് കരിഞ്ഞ് എന്നുള്ളൊരു സ്റ്റേജിൻ്റെ തൊട്ട് മുൻപേ വരെ നമ്മൾ പൊരിച്ചിട്ടെടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ പൊരിച്ച ഓയിലിൽ തന്നെ അതിൽ കൂടുതൽ നമുക്ക് ഫ്ലേവർ കിട്ടുക. നമുക്കതിൽ ഈ ജിഞ്ചർ ഗാർലിക് പച്ചമുളക് പേസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം വഴറ്റി ഓയിൽ തെളിഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ ഇനോസ് അച്ചാർ മസാല, അതിലുള്ളത് ഉലുവ, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായം, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് ആഡ് ചെയ്തിട്ട് നമ്മളൊന്നും കൂടി റോസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മുരിങ്ങ അരച്ച് ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളവും ബാക്കി വിനീഗറും, നമ്മുടെ ഒരു പൊടിക്കും നമുക്ക് ആവശ്യമുള്ള ടെക്സ്ചറിനനുസരിച്ചുള്ള വിനീഗറും യൂസ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി ഓയിൽ ക്ലിയർ ആവുന്നവരെ വഴറ്റിയെടുത്ത സാധനം. അവസാനം ഒരു സ്വല്പം ഉപ്പും ചേർക്കും അല്ലേ? ബാലൻസ് ചെയ്ത് നോക്കിയിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർക്കും. ഇതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കൊടുക്കാം. ബാസിമിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസ് പ്ലസ് മെത്തേഡ്സ് എല്ലാം കൂടെ കൂട്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സാധനം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് കേട്ടോ. ഇതൊരു സ്വല്പം ഒഴിച്ചിട്ട്, നേരത്തെ കോവിഡിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ബാസിം എനിക്ക് കുറച്ച് അച്ചാറുകൾ അയച്ചു തന്നിരുന്നു. ആ കൂടെ നമ്മുടെ ഓയിസ്റ്റർ അച്ചാറും ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ട്രൈ വേണമെന്നുണ്ടെങ്കിൽ ബാസിമിനെ ഓർഡർ ചെയ്താൽ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും. ബാസിമിൻ്റെ നമ്പർ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കാമല്ലോ അല്ലേ? കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കാം. ഓയിസ്റ്റർ അല്ലാതെ വേറെ എന്തൊക്കെ അച്ചാറുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ഇപ്പോൾ മെയിൻലി നോൺ വെജ് ബേസ്ഡ് ആണ്. ബീഫ്, ചിക്കൻ, പ്രോൺസ്, കിങ് ഫിഷ്, പിന്നെ ട്യൂണ, നമ്മുടെ യെല്ലോഫിൻ ട്യൂണ, ചൂര അല്ല കേര, പിന്നെ ഓയിസ്റ്റർ, കല്ലുമ്മക്കായ, കക്കായും ഉണ്ട് അല്ലേ? കക്കായും ഉണ്ട്. അപ്പം വീഡിയോ കാണുന്നതിൽ ഒത്തിരി സന്തോഷം. കൂടെ ഉണ്ടാവുക. നമുക്ക് അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്ക് ബൈ.